ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് ചാപ്റ്റർ 6 പാർട്ട് 4 നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് 8 സെൻറ്റിമീറ്റേഴ്സ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ എന്നും വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്കറിയാം ഏരിയയുടെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ? 15 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ കണ്ടുപിടിച്ചിട്ട് എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റും കൂടെ എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ദ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഓഫ് 8 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഒരു റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും 8 സെൻറ്റിമീറ്റർ വീതം നീളമുള്ളതാണ്. എല്ലാ സൈഡും ഈക്വൽ ആകുന്നത് എന്താണ്? അതൊരു സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇപ്പം നമ്മൾ റെക്റ്റാങ്കിൾ എന്ന് തന്നെ എടുത്തോളൂ. ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 8 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു 8 ഇസ് ഈക്വൽ ടു 64 centimeter square. The area of a rectangle is 96 square centimeters and its length is 12 centimeters. What is its width? ഇവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ അവർ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നേക്കുന്നത് 96 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്നാണ് തന്നേക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ് തന്നേക്കുന്നത്? ലെങ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 12 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും നമ്മൾ നമ്മുടെ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഏരിയ ഇസ് ഈക്വൽ ടു 96 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എഴുതാം. ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണെന്നും എഴുതാം. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെയാണ് വിഡ്ത്തും അല്ലേ. ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പോൾ ഇവിടെ ഏരിയ നമുക്കറിയാം 96 ആണ്. നമ്മൾ ആ ഫോർമുലയിൽ തന്നെ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ളിടത്ത് 96 എന്നിട്ടു, ലെങ്ത് എന്നുള്ളിടത്ത് 12 എന്നിട്ടു, ഇൻറ്റു വിഡ്ത്ത് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി വിഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 96ൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ആ 12നെ മാറ്റുകയാണ്. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. വിഡ്ത്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കിക്കോളൂ. ആ ഫോർമുലയിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിഡ്ത്ത് കണ്ടുപിടിക്കാൻ 12നെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വിഡ്ത്ത് എത്ര കിട്ടി? 8 സെൻറ്റിമീറ്റർ. The area of square is 81 square centimeters. Find the length of a side. ഒരു സ്ക്വയറിൻ്റെ, ഇവിടെ റെക്റ്റാങ്കിൾ അല്ല പറയുന്നത്, ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 81 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ ഒരു സൈഡിലെ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്ക്വയറിൻ്റെയാണ്. ഏരിയ തന്നിട്ടുണ്ട് 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കുമെന്ന്. പിന്നെ വേറൊരു കാര്യം അറിയാമോ? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എത്രയാണ്? എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ആണെന്ന് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നതാണ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ. ഇനി അതൊരു റെക്റ്റാങ്കിളായിട്ട് തന്നെ എടുത്താലും ഈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് എടുക്കാം. ഈ ലെങ്ത്തും വിഡ്ത്തും ഇവിടെ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും സെയിം ആകുമ്പോൾ നമുക്ക് ലെറ്റ് ഇറ്റ് ബി എ എന്ന് കൊടുക്കാം നമുക്ക് ഓരോ സൈഡിനെയും. അങ്ങനെ ആകുമ്പോൾ എ ഇൻറ്റു എ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ എത്ര ആണെന്നുള്ളത് കിട്ടും, ഇല്ലയോ? ഓക്കെ, ഇപ്പം നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഏരിയ ആദ്യമേ തന്നിട്ടുണ്ട് 81 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്ന്. അപ്പോൾ ഇവിടുത്തെ ഏരിയയുടെ ഫോർമുല എത്രയാണ്? എ ഇൻറ്റു എ, അതായത് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 81 സെൻറ്റിമീറ്റർ സ്ക്വയർ. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 81. ഇനി ഈ 81 എന്തിൻ്റെ സ്ക്വയർ ആയിരിക്കും? നമ്മൾ സ്ക്വയറിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 9ൻ്റെ സ്ക്വയർ ആണ് 81.
അപ്പോൾ എ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 9 സ്ക്വയർ എന്ന് എഴുതാം. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 സ്ക്വയർ ആണ്. അപ്പോൾ എ എത്രയാണ്? എ ഇസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സൈഡ് എത്രയാണെന്ന് കിട്ടി? 9 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗേഴ്സിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടെത്താൻ. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് ഇരിക്കുന്ന ഫിഗർ, എല്ല് പോലെ ഇരിക്കുന്ന ഫിഗറിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് എക്സ്റ്റൻഷൻസ് ഒക്കെ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഈ ഫിഗറിനെ 2 റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്യാം. ഇതാ നോക്കിക്കേ, ഈ റെഡ് ലൈൻ പോയേക്കുന്നുണ്ടോ? ആ റെഡ് ലൈന് ഇങ്ങനെ യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ റെക്റ്റാങ്കിൾ ഫോം ചെയ്തില്ലേ? ABCD എന്ന പേരുള്ള വലിയ റെക്റ്റാങ്കിൾ ഫോം ചെയ്തു. അപ്പോൾ വലിയ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ABCയുടെ ഏരിയ എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. എത്രയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്? 10 × 3 is equal to 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി അടുത്ത് ചെറിയ റെക്റ്റാങ്കിൾ എടുക്കാം. BEFG എന്ന് നമ്മൾ പേര് കൊടുത്തേക്കുന്ന റെക്റ്റാങ്കിളാണ്. ഓക്കെ, അതിൻ്റെ ലെങ്ത്തും വിഡ്ത്ത് നമുക്ക് 2 സെൻറ്റിമീറ്റർ അവിടെ ഉണ്ടെന്ന് കിട്ടി. ഇനി ഈ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, AE എന്ന് പറയുന്ന വലിയ ലൈൻ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ ആ റെഡ് ലൈൻ വന്ന് കട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് അതിൻ്റെ മിഡ് പോയിൻറ്റിലാണ്. മുകളിൽ നോക്കിക്കേ, 3 സെൻറ്റിമീറ്ററിലാണ്. നോക്കൂ, 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഈ DC 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ABയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ BE എത്ര ആയിരിക്കും? BEയും 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ 3 സെൻറ്റിമീറ്ററും ലെങ്ത് 3യും വിഡ്ത്ത് 2ഉം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണ്? 3 × 2 is equal to 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ ആദ്യത്തെ വലിയ റെക്റ്റാങ്കിളിൻ്റെ 30യും ഈ കുഞ്ഞു റെക്റ്റാങ്കിളിൻ്റെ 6ഉം കൂടെ കൂട്ടി 36 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ ഒരു വലിയ ഫിഗറിൻ്റെ ഏരിയ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഒരു T ഷേപ്പിലിരിക്കുകയാണ്. ഇവിടെയും നമുക്ക് ആകെയുള്ള ഗ്യാപ്പിനെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് 2 റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ആ റെഡ് ലൈൻ വന്നു കഴിയുമ്പോൾ തന്നെ ഇതാ ഒരു വലിയ റെക്റ്റാങ്കിൾ ABCD എന്നുള്ളതും താഴോട്ടുള്ള FGHI എന്നിങ്ങനെ 2 റെക്റ്റാങ്കിളായിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ആദ്യം ABCDയുടെ ഏരിയ കണ്ടുപിടിക്കാം. അവിടെ ഡയറക്റ്റ് നമുക്ക് എല്ലാം ഉണ്ട്. ലെങ്ത് 8 ഉണ്ട്, വിഡ്ത്ത് 2 ഉണ്ട്. സോ 8 × 2 is equal to 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഇനി അടുത്തത് നമ്മൾ FGHI എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിഡ്ത്ത് ഉണ്ടല്ലോ, GH ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, ഇവിടെ GH is equal to FI ആണല്ലോ. വിഡ്ത്ത് സെയിം ആയിരിക്കുമല്ലോ, ലെങ്ത്തും സെയിം ആയിരിക്കും, വിഡ്ത്തും സെയിം ആയിരിക്കും. എന്നെങ്കിലല്ലേ അതൊരു റെക്റ്റാങ്കിൾ ആവത്തുള്ളൂ. അപ്പോൾ GHഉം FIയും സെയിം ആയിരിക്കും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് FI കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ABCD എന്നുള്ള റെക്റ്റാങ്കിളില്ലേ, ആ റെക്റ്റാങ്കിൾ നോക്കിക്കേ. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അവിടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ CD is equal to 8 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ CD 8 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ABയും 8 സെൻറ്റിമീറ്റർ ആകുമെന്നറിയാമല്ലോ. അറിയാം. അപ്പോൾ മൊത്തത്തിൽ AB 8 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അതിൽ നിന്ന് ആ ഒരു സ്മോൾ പോർഷൻ FI എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് AF + FI + IB is equal to 8 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ AF വന്നിട്ടുണ്ട്, എത്രയാണ്? 3 + 3 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഓൾറെഡി. ടോട്ടൽ 8 ആണെന്നറിയാം. അപ്പോൾ FI എത്രയാണ് നമുക്ക് കിട്ടിയോ? എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആ സ്മോൾ റെക്റ്റാങ്കിൾ FGHI എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും നമുക്ക് കിട്ടി. എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ. ഇനി ആ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് is equal to 4 × 2 is equal to 8. അപ്പം ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം 2 റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? വലിയ റെക്റ്റാങ്കിളിൻ്റെ 16 സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ 8 സെൻറ്റിമീറ്റർ സ്ക്വയർ is equal to 24 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഫുൾ ഏരിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.